തണ്ണീർമുക്കം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ AICC ജനറൽ സെക്രട്ടറിയും MPയുമായിരുന്ന കെ വാസുദേവ പണിക്കരുടെ 38ാമത് ചരമവാർഷിക ദിനാചരണം സംഘടിപ്പിച്ചു. അന്തരിച്ച ജനനായകൻ കെ വാസുദേവ പണിക്കരുടെ സ്മരണ പുതുക്കി തണ്ണീർമുക്കത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഒത്തുചേർന്നു. രാവിലെ അദ്ദേഹത്തിന്റെ സ്മൃതി മണ്ഡപത്തിൽ നടന്ന പുഷ്പാർച്ചനയോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. നേതാക്കളും പ്രവർത്തകരുമടക്കം നിരവധി പേർ പ്രിയ നേതാവിന് ആദരവർപ്പിച്ചു. തുടർന്ന് NSS ഓഡിറ്റോറിയത്തിൽ വെച്ച് അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. ചേർത്തല നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി KR രാജേന്ദ്രപ്രസാദ് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് TT സാജു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. KPCC സെക്രട്ടറി S ശരത്, DCC ഭാരവാഹികളായ ശശീന്ദ്രൻ, സജി കുര്യാക്കോസ്, യൂത്ത് കോൺഗ്രസ് നേതാക്കൾ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. ഒരു മനുഷ്യായുസിന്റെ പകുതിയിലധികം കാലം ഉജ്ജ്വലമായ പോരാട്ടം നടത്തിയ പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. നമുക്കെല്ലാവർക്കും അറിയാം. ആ പാർട്ടി വളരുകയും വളരുകയും കൂട്ടിച്ചേരുകയും ചെയ്യുന്നതെല്ലാം പല സന്ദർഭങ്ങളിലെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ എക്കാലത്തെയും ആദരണീയായ നേതാവായിരുന്നു ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധിയോടൊപ്പം സജീവമായി പ്രവർത്തിച്ചിരുന്ന നേതാവായിരുന്നു ശ്രീ വാസുദേവ പണിക്കർ. അദ്ദേഹത്തെക്കുറിച്ച് ശ്രീ ശരത്ത് പറഞ്ഞതുപോലെ പുതിയ തലമുറയ്ക്ക് ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ടത്തെക്കുറിച്ചോ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചോ കൂടുതൽ അറിയാൻ സാധിക്കില്ല. പക്ഷേ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിനെതിരായി, ശങ്കരൻ നമ്പൂതിരിപ്പാടിൻ്റെ ഭരണത്തിനെതിരായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മുന്നേറ്റത്തിന് അതിശക്തമായ പോരാട്ടം നടത്തിയ നേതാക്കളായിരുന്നു ശ്രീ വാസുദേവ പണിക്കർ. ആദരണീയനായ ശ്രീ AK ആന്റണിയും ശ്രീ വയലാർ രവി സാർ അടക്കം, ശ്രീ വാസുദേവ പണിക്കർ അടക്കം, AC ജോസഫ്, AC ജോർജ് അടക്കമുള്ള കേരളത്തിൽ സമുന്നതരായ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ അവർ എറണാകുളത്ത് ഒരുമിച്ച് കൂടി മാസ് ഹോട്ടൽ എന്ന് പറയുന്ന ആ ഹോട്ടലിൽ തമ്പടിച്ചുകൊണ്ട് അന്നത്തെ കാലഘട്ടത്തിൽ യാത്ര ചെയ്യുവാനോ പ്രവർത്തനങ്ങൾക്ക് പോലും പോകുവാനോ പ്രയാസമുണ്ടായിരുന്ന കാലഘട്ടത്തിൽ, എന്തിന് ആഹാരം കഴിക്കുവാൻ പോലും നിവൃത്തിയില്ലായിരുന്ന ഘട്ടത്തിൽ പോലും അവരെല്ലാം അവിടെ സംഘടിച്ചുകൊണ്ട്, അവിടെ താമസിച്ചുകൊണ്ട്, മാസ് ഹോട്ടലിൽ താമസിച്ചുകൊണ്ട് അതിശക്തമായ പ്രവർത്തനം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടത്തുന്നുണ്ട്. രാജീവ് ഗാന്ധിയുടെ ഏറ്റവും അടുത്ത ഹോട്ട്ലൈൻ ബന്ധമുള്ള ഒരു നേതാവ്, രാജ്യത്തെ കോൺഗ്രസ് ഏത് തലത്തിലേക്ക് ചലിക്കണമെന്ന് തീരുമാനിച്ചിരുന്ന വളരെ അതിശക്തനായ ഒരു നേതാവ് നമ്മുടെ ചേർത്തലയിൽ നമ്മുടെ തൊട്ടടുത്തായിരുന്നു എന്ന് ഞങ്ങളൊക്കെ വളരെ വൈകിയാണ് അറിയുന്നത്. ഞാനിപ്പോൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ബിട്ടാസിംഗിനെ എന്ന ആഭ്യന്തരമന്ത്രി അടക്കം ഉള്ളവരാണ് അനുധാവനം ചെയ്തുകൊണ്ട് അവരുടെ മൃതശരീരം ഇവിടെ കൊണ്ടുവരുന്നത്. ബിട്ടാസിംഗ് അന്ന് ആഭ്യന്തരമന്ത്രിയാണ് അദ്ദേഹം, കേന്ദ്ര ആഭ്യന്തരമന്ത്രി.